ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. ഡബിൾ എക്സൽ സൈസിലുള്ള ചുരിദാറിൻ്റെ കട്ടിങ്ങാണ്. ഷൈനി ബീനു എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ കൂട്ടുകാർ ചോദിച്ചത് പ്രകാരമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ അളവിൽ വെട്ടേണ്ടവർക്കൊക്കെ ഇത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് വെട്ടാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോഴും 4ആയി മടക്കിയിടുക. അപ്പോൾ 4-1 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് 46 ഇഞ്ചാണെങ്കിൽ അപ്പോൾ 11.5 ഇഞ്ച് ചെസ്റ്റ് വരിക. കാരണം നമ്മൾ ടാപ്പിൽ നോക്ക് 4-1 ഭാഗം എത്ര വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണ് അളവെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നെക്ക് ഞാൻ കൊടുക്കുന്നത് 3 ഇഞ്ച് തന്നെയാണ്. സാധാരണ എല്ലാവർക്കും 6 ഇഞ്ച് തന്നെയാണ് എടുത്ത് വരിക. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതിയാണ് 3 ഇഞ്ച്. പിന്നെ 7.25 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആം ഹോൾ എടുക്കുന്നത് 7.5 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ എടുക്കുന്നത്. മേലെ ഒരു 1/2 ഇഞ്ച് എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കണം, ഷോൾഡർ ചെരിച്ച് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ആം ഹോൾ ഞാൻ 7.5 ഇഞ്ച് തന്നെ എടുക്കുന്നത്. ഇനി അത് 7.5 ഇഞ്ച് കറക്റ്റിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മാർക്കും കൂടെ കൊടുക്കുന്നത്. അത് രണ്ടും തമ്മിൽ സ്ട്രൈറ്റ് ചെയ്തിട്ട് വരച്ചെടുക്കുക കേട്ടോ. പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ 1.5 ഇഞ്ച് ഇവിടെ റൗണ്ട് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. 1.5 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഷേപ്പിലൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ബാക്കിലോട്ട് മാർക്ക് ചെയ്തിട്ട് അതിലേക്കൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് വരച്ച് കൊടുക്കുക. അത് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ലാസ്റ്റ് ബാക്ക് ഭാഗം മാറ്റിയിട്ടതിന് ശേഷം മാത്രമേ ഫ്രണ്ട് ഭാഗം ആം ഹോൾ കുഴിച്ച് വെട്ടാൻ പാടുള്ളൂ. നിങ്ങളെല്ലാവരും പഠിച്ചവരാണെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ചെസ്റ്റാണ് എടുക്കുന്നത്. ചെസ്റ്റ് ഞാൻ 46 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗം വരുന്നത് 11.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും കാണിക്കുന്നത്. 2ആയി മടക്കി അപ്പോൾ കിട്ടുന്നത് 23-നെ വീണ്ടും നമ്മൾ 2ആയി മടക്കുമ്പോൾ അപ്പോൾ കിട്ടുന്നതാണ് 11.5 ഇഞ്ച്. അപ്പോൾ 11.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. പിന്നെ നമ്മൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് സാധാരണ കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഷേപ്പിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. 14.5 ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ വിഡ്ത്ത് 42 ഇഞ്ചാണ് ഷേപ്പിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ 42ൻ്റെ പകുതി 21, അതിൻ്റെ പകുതി നമ്മൾ 10.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെയും കൊടുക്കുക. എന്നിട്ട് മേലെന്ന് താഴോട്ട് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഷേപ്പിൻ്റെ ഹിപ്പിൻ്റെ ലെങ്ത്താണ് എടുക്കേണ്ടത്. ഹിപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 20-ലോ 21-ലോ കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ 21 കൊടുക്കുന്നുണ്ട്. കാരണം മേലത്തെ ഒരു 1/2 ഇഞ്ച് പോകുമ്പോൾ പിന്നെ ഒന്നും കൂടെ കയറും 19.5 വരും. അപ്പോൾ അതുകൊണ്ട് 21 കൊടുക്കുമ്പോൾ ഒരു 20.7 വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടുത്തെ എടുത്തിരിക്കുന്നത് 12.5 ഇഞ്ചാണ് കേട്ടോ. ഇതേപോലെ തന്നെ അതിൻ്റെ 4-1 ഭാഗം 4 എത്ര ഇരട്ടി നിങ്ങൾ നോക്കുക. അപ്പോൾ 12.5 ഇഞ്ചാണ്, അല്ലെങ്കിൽ 12.25 കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക. ഹിപ്പിൻ്റെ എത്രയെന്നുള്ളത് നമ്മൾ അളന്നിട്ട് അതാണ് ഇവിടെ അളപ്പെടുത്തി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സൈഡ് സ്ലിറ്റ് കൊടുക്കുന്ന ഭാഗം എപ്പോഴും 1 ഇഞ്ചാണ് ബാലൻസ് ഇടാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഒരു 1.25 ഇഞ്ചാലും ഇട്ടാലും പ്രശ്നമില്ല. ഞാൻ സാധാരണ 1.25 ഇഞ്ചാണ് കൊടുക്കാറ്. കാരണം ഹിപ്പിൻ്റെ ഭാഗം ഒന്ന് ടൈറ്റ് ആവുമ്പോൾ നമുക്ക് അഴിച്ചിട്ട് നമുക്ക് കുറച്ചുകൊണ്ട് നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു 1.25 ഇട്ടാലും പ്രശ്നമില്ല. നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ പിടിച്ച് മടക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഞാൻ ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് 44 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് മേലെ സ്റ്റിച്ച് ചെയ്ത് പോകാനും 1 ഇഞ്ച് താഴെ സ്റ്റിച്ച് ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി വരുന്ന തുണി വെച്ചിട്ടാണ് സ്ലീവിന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇനി സംശയമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിവട്ടം എത്രയാണ് കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതും പിന്നെ 1.25 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്ത് ടോട്ടൽ എത്ര വരണമെന്ന് വെച്ചാൽ 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ ടോട്ടലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സൈഡ് സ്ലിറ്റിൻ്റെ ആ ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത് ഒട്ടും അറിയാത്തവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക, സ്ട്രെയിറ്റ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഹിപ്പിൻ്റെ അളവ് എത്ര എടുത്ത് വെച്ചെങ്കിൽ അതും പ്ലസ് അതിൽ കൂടെ 1.25 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ആ ടോട്ടലാണ് അടിവട്ടത്തിന് കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അതാ ഇതുപോലെ ഇനി നമ്മൾ ഒരു കട്സ് ഇവിടെ ഇട്ട് കൊടുക്കുക, സെൻറ്റർ പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഷോൾഡറിൻ്റെ അവിടേക്കുള്ള ചെരിച്ചുള്ള കട്ടിങ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആം ഹോള് ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. 2 പ്രാവശ്യം നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. അത് ആദ്യത്തെ മേൽഭാഗത്തുള്ള റൗണ്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക, അതാണ് ബാക്ക് പാർട്ട്. അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ അത് ഉള്ളിൽ നിന്ന് മാറ്റിയിട്ടതിന് ശേഷം മാത്രം ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടുക കേട്ടോ. ഫ്രണ്ട് ആം ഹോള് മാക്സിക്ക് നിർബന്ധമില്ല, എന്നാലും ഒന്നുകൂടി പെർഫെക്റ്റ് ആവണം ഉള്ളവരാണെങ്കിൽ മാക്സിക്കും കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം ഹിപ്പിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന പീസാണിത്. അപ്പോൾ ഇതിപ്പോൾ 11.5 ഇഞ്ചിലാണ് കിട്ടുന്നത്. അപ്പോൾ 11.5 ഇഞ്ച് മതി ഹാഫ് സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് ആം ഹോളിൻ്റെ മാർക്ക് ആദ്യത്തെ കൊടുക്കുക. അവിടെ നിന്ന് താഴേക്ക് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒരു 4 ഇഞ്ചിൽ പോയിൻ്റ് കൊടുക്കുക. പിന്നെ ഈ ഫസ്റ്റത്തെ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റുകളിലേക്ക് ചെരിച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് കർവ് ചെയ്തിട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായി വരച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടുത്തെ വണ്ണം എത്ര എന്നുള്ളത് നോക്കുക. അപ്പോൾ ഒരു 6 ഇഞ്ചൊക്കെയാണ് വണ്ണം വരുന്നത്. പ്ലസ് ഒരു ആദ്യമൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈമിൽ ചെയ്യുന്നവർ 2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക സീം അലവൻസ്. കാരണം എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സ്ലീവിൻ്റെ കട്ടിങ്. അപ്പോൾ നമ്മുടെ ചുരിദാർ ടോപ്പ് XXL കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ വേറൊരു കുട്ടിയും കൂടെ ചോദിച്ചിട്ടുണ്ട്, ശ്രീലക്ഷ്മി പറഞ്ഞ്. അപ്പോൾ അവൾ ചോദിച്ച ആ ഡൗട്ടിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.